ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ മൽക്കയുടെ പുലിവാണ് നിങ്ങൾ കാണുന്നത്. വേറെ ഒന്നുമുള്ള പുലിവല്ല, മൈലാഞ്ചിട്ടതിൻ്റെ കുറച്ച് കാട്ടിക്കൂട്ടലുകളും പറച്ചിലുകളൊക്കെയാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നാളെ അവളുടെ പരിപാടിയാണ്, സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. ഏതായാലും അവളുടെ സ്റ്റെപ്പൊക്കെ മൈലാഞ്ചി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ തലേന്ന് തന്നെ മൈലാഞ്ചിയും കാര്യങ്ങളും ഒക്കെ ടോൾ സെറ്റ് ചെയ്യുന്നു. നമ്മളുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതേ ഈ കിടക്കുന്ന മുതലുകളാണ്. ഇതില്ലാതെ നാളത്തെ ഒരു പരിപാടിയും നടക്കൂല. കാരണം ആനുവൽ ഡേക്ക് നല്ല മേക്കപ്പ് ആവശ്യമാണ്. അപ്പം അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മളോട് തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സും പിന്നെ അവൾക്കായിട്ട് ഞാൻ 2-3 ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ ജസ്റ്റ് അവളുടെ ഐയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കി ഏത് കളറാണ് മാച്ച് എന്നൊക്കെ. അതിനുശേഷം രാവിലെ എല്ലാവരും ഓൾ സെറ്റായി നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളൊരു 8:45 ആയപ്പോഴേക്കും ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങാൻ പറ്റി. അപ്പം ഞാനും ഉമ്മയും മാഹിയുമാണ് പോണത്. പ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ചെറിയൊരു പണികളുണ്ടായിരുന്നു, തേങ്ങടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡാഡിയും ബ്രദറും കുറച്ച് കഴിഞ്ഞിട്ട് എത്താമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷം നമ്മുടെ മാഹിത ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ട് എൻ്റെ ബാഗ് തന്നെയാണ് രണ്ടും. അവൾ വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ച് വരുന്നുണ്ട്. ഇതിനൊക്കെ അവളെ കൊണ്ടേ പറ്റുള്ളൂ. അത് ഫുള്ള് ഡ്രസ്സും മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉമ്മാൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് നമ്മളെല്ലാം റീചെക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം മൽക്കൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെ പോകണമെന്നായിരുന്നു. അങ്ങനെ അവളവിടെ ബായിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. കൈയൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ മോളെ? നല്ല സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യണേട്ടാ. ഒപ്പനൊക്കെ ചിരിച്ചിരിക്കണേട്ടാ മണവാട്ടി. എന്നാ ബൈ ബൈ പറ. ഇപ്പോഴത്തെ മൽക്കൊക്കെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരുന്നു. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. മൈലാഞ്ചിട്ടതിൻ്റെ പുലിവാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എവിടെ വെയിലടിച്ചാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന പിന്നെ നിങ്ങൾ കാണാതെ പോവരുത്. വീണ്ടും ഇതൊക്കെ തന്നെയാണ് പരിപാടി. വെയിലടിക്കുന്നു, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ മൈൻഡിൽ പിന്നെ ഫുള്ള് മൽക്ക ഡാൻസ് ചെയ്യുമോ എന്തായിരിക്കും ഇന്നത്തെ ഒരു ഡേ എന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളിതേ മൽക്കയുടെ സ്കൂളെത്തി. നേരെ അവളെ ക്ലാസ് റൂമിലോട്ട് തന്നെയാണ് പോയത്. അവിടെ നിന്നാണ് ഡ്രസ്സ് ചേഞ്ചിങ്ങും മേക്കപ്പും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവളുടെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഡാൻസാണ് ഫസ്റ്റ് തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അവൾക്കത് വല്ലാണ്ട് ഇഷ്ടമാവുന്നില്ല. കുത്തുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. പിന്നെ മേക്കപ്പാണ് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതിടുമ്പോൾ പിന്നെ അടങ്ങിയിരുന്നൊന്നു ഫസ്റ്റൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞാനും മാഹി മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പാരൻസും തന്നെയാണ് അവരവരുടെ കുട്ടികൾക്കൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മൽക്കനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മോളെ നീ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം അവൾ ആളുകളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഷൈ ആവും എന്നുള്ള കാര്യം. അങ്ങനെ അതിനുശേഷം പിന്നെ മിസ്സ് പറഞ്ഞു നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ സെഷൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളും പിന്നെ പ്രാക്ടീസിങ് ഒക്കെ തുടങ്ങി. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഡ്രസ്സും ആ ഒരു മൊത്തത്തിലുള്ള കോസ്റ്റ്യൂംസൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അവർ ഡാൻസ് കളിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചാടിയാൽ തന്നെ ആ സ്റ്റേജിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ എല്ലാവരുടെ പ്രാക്ടീസും റെഡിയാവലും എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് അവരുടെ പ്രോഗ്രാമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഒരുപോലെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം ഞാൻ ഭയങ്കര ഇമോഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ മോളുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. അത് എത്ര പറഞ്ഞാലും ആർക്കൊക്കെ മനസ്സിലാവും എനിക്കറിയില്ല. ഒരു പാരൻറ്റിനത് മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് ബേബി ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ കളിക്കുമ്പം അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. എൻജോയ്മെൻ്റ് ആണോ, സാഡ്നെസ് ആണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, ഹാപ്പിനെസ് ആണോ ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ മൽക്ക ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. കുറച്ചൊക്കെ അവൾ കളിച്ചു. അവളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഡാൻസും കൂടി ആയിരുന്നു. അപ്പോൾ അവൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷേ പൊതുവേ കളിക്കുന്നതിൻ്റെ അത്രയൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചു കുട്ടികൾ കളിക്കുകയല്ലേ, അത് കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ഇമോഷൻസ് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരുന്നു. അങ്ങനെ എൻ്റെ മോളുടെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആ ഒരു ഫീല് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് എൻ്റെ ഇമോഷൻസും ഹാപ്പിനെസ്സും ഒക്കെ കുറേ അങ്ങ് ഷെയർ ചെയ്തു. സൂപ്പറായിട്ട് കളിച്ചിട്ടാ മക്കു, നല്ല രസം ഇരുന്നിട്ടോ കാണാൻ. ഇനിയും കളിക്കണം കേട്ടാ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി തരാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. നെക്സ്റ്റ് അവരുടെ ഗേൾസിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. പച്ചപ്പുൽച്ചാടി എന്ന് പറയുന്ന ഒരു സോങ്ങൊക്കെ ഇട്ട് ഗ്രീൻ ഫ്രോക്കൊക്കെ ഇട്ട് എല്ലാവരും നല്ല ഒരു പ്രത്യേക ഒരു കോസ്റ്റ്യൂമിലായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. പിന്നെ അവളെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം അവളുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഷൈനസ് ഒന്നും പാടില്ല, നന്നായിട്ട് കളിക്കണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ്. വളകളൊക്കെ ഇട്ട് കൊടുക്കുമ്പം പൊതുവേ അവൾക്ക് വള ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പും കൂടി ഉണ്ടായപ്പോൾ അവൾ ഓക്കെയാണ്. മേക്കപ്പ് ചെയ്യാൻ
കളിക്കാനും എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ അവൾ സഹകരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ റെഡിയാക്കുകയാണ് നമ്മളെ മക്കളെ. പിന്നെ നഴ്സറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു പരിഗണനയും കിട്ടുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ പ്രോഗ്രാംസ് തന്നെ നമ്മൾ റെഡി ആവുന്നതിനനുസരിച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൾക്ക് പിന്നെ ഉള്ളിലോട്ട് കയറണ്ട, പുറത്തേക്ക് പോയാൽ മതി. അങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ ഉമ്മാനൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ കളിക്കാൻ പോകുന്നൊരു മൂഡില്ല, പുറത്തേക്ക് തന്നെ പോകണം, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കണം, അടുത്ത പ്രോഗ്രാമിന് പോയിട്ട് കളിക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവളുടെ മൂഡ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഷൈ ആവരുത്, നന്നായിട്ട് കളിക്കണട്ടാ. പച്ചപ്പുൽച്ചാടി കളിക്കുവോ? സൂപ്പറായിട്ട് കളിക്കണട്ടാ. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവക്കെന്താ, അവൾ ഒട്ടും കൂട്ടാക്കുന്നില്ലായിരുന്നു സ്റ്റേജിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. എല്ലാ കുട്ടികളും കയറി. ഞാനൊരു വിധത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, അവൾ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങി അപ്പം തന്നെ. അങ്ങനെ മിസ്സും ഞങ്ങളും എല്ലാവരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് അവളെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിർത്തി. പക്ഷേ ഞാൻ അവിടെ തന്നെ വേണം എന്നുള്ളൊരു ഇതായിരുന്നു. എന്നെ കാണുമ്പോൾ കൂടുതൽ കരച്ചിലും കൊഞ്ചലും കൂടെയായിരുന്നു. അപ്പം ഞാൻ ഒരു വിധത്തിൽ അവൾ അവിടെ ആക്കിയിട്ട് ഞാനും മാഹിയും എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെന്നുള്ള ഒരു പ്ലാനാക്കി. പക്ഷെ അവളാണെങ്കിൽ ഒട്ടും മൂഡ് മാറണമില്ലായിരുന്നു. അങ്ങനെ ഇത് എൻ്റെ മോളുടെ സെക്കൻഡ് പ്രോഗ്രാമാണ്. പച്ചപ്പുൽച്ചാടി ഡാൻസാണ്, ഗ്രൂപ്പ് ഡാൻസാണ്, ഗേൾസ് മാത്രമായിട്ടുള്ള ഡാൻസാണ്. അവൾ സ്റ്റേജിൽ കയറിയതും ആ നൃത്തം അങ്ങ് നിന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. എക്സ്പ്രഷൻ ഉണ്ടായത് കരച്ചിൽ മാത്രം. ആർക്കോ വേണ്ടി ഇങ്ങനെ നോക്കുന്നു, തിരിയുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഡാൻസൊക്കെ അവൾ കളിക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് സ്റ്റേജിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഒട്ടും അവൾക്ക് താല്പര്യമില്ല. അത് സ്റ്റേജിലൊന്നും മാത്രമല്ല, മൊത്തത്തിൽ അവൾ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, കളിക്ക് എന്നൊക്കെ ഇങ്ങനെ കയ്യേറ്റൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഒട്ടും ഓക്കെ അല്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ടൈം അല്ലേ, അവളുടെ ഫസ്റ്റ് ഡാൻസ് അല്ലേ, അഡ്ജസ്റ്റ് ആക്കാം, ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് തന്നെയല്ലേ വീണ്ടും അങ്ങോട്ട് റെഡി ആവാന്നുള്ളൊരു ഇതിൽ മൈൻഡിലൊക്കെ ഞാൻ നിന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അവൾ ആ സ്റ്റേജിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കുമ്പം അവൾ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്. പക്ഷേ അത് അവൾ റെഡിയായേ പറ്റൂ. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും അവളുടെ നഴ്സറി ക്ലാസ്സിലേക്ക് എത്തി. മണവാട്ടി റെഡി ആവുക എന്താ എന്താണ്? അങ്ങനെ നമ്മൾ അടുത്ത പ്രോഗ്രാമിനുള്ള മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവൾക്ക് പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മൾ അവളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരുക്കിയിട്ട് എന്ത് കാര്യമുള്ളത്, അവൾ വീണ്ടും അവളെ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്, കരയാൻ തുടങ്ങി, അസലായിട്ട് തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ആ ഓർണമെൻറ്റ്സും ഔട്ട്ഫിറ്റും ഒന്നും വേണ്ട എന്നുള്ളൊരു ലെവലായിരുന്നു. ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവളതൊക്കെ ഊരി വെച്ചിട്ട് ഇപ്പം മിനിമലായിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ കരഞ്ഞ് ബഹളായി. മിസ്സുമാരും എല്ലാവരും അവളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് അവൾ ഇരുത്തി. അവൾ പോകണ്ട, ഉമ്മച്ചി പോകണ്ട, ഞാൻ ഇരിക്കൂല, ഞാൻ കളിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൈൻഡായിരുന്നു. അവസാനം സ്റ്റേജിൽ ഞാൻ അവളെ കണ്ടതൊരു മിഠായി തിന്നിരിക്കുന്നൊരു മണവാട്ടിയെ ആയിപ്പോയി ഞാൻ കണ്ടത്. മിസ്സ് അവൾക്കൊരു മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ കാണുന്നത് ഇങ്ങനെ അവൾ മിഠായി ഇങ്ങനെ ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മണവാട്ടിയാണ് നമ്മളെ പരിപാടിയിൽ നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ എല്ലാവരും അതൊക്കെ കണ്ട് അങ്ങ് എൻജോയ് ചെയ്തു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ മണവാട്ടിപ്പെണ്ണ് മിഠായി തിന്നിരിക്കുന്ന അവസ്ഥ. ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ എന്നോടാണോ ഉമ്മയോടാണോ എന്ന് അറിയില്ല, കയ്യേറ്റ് എന്തോ ആക്ഷനും കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒപ്പന ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതാണ് കേട്ടോ നമ്മളെ മണവാട്ടിയുടെ പുതുച്ചക്കൻ ഇതാണ്. അത് കഴിഞ്ഞ് ഞാനും അവൾ കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ നോക്കാൻ നിന്നു. പക്ഷെ അവൾക്ക് എന്ത് ഫോട്ടോ, അവൾ അങ്ങ് ഡാൻസ് തന്നെ കളിക്കാൻ തുടങ്ങി. ഡാൻസ് കളിക്കുക മാത്രമല്ല എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഓഫ് സ്റ്റേജ് പെർഫോമൻസ് ആണ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. സ്റ്റേജിൽ നിന്നൊന്നും ഇല്ലാത്തത് അവൾ നേരെ സ്റ്റേജിൻ്റെ പുറത്ത് അങ്ങ് കാണിച്ചു. എല്ലാവരും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കോസ്റ്റ്യൂമിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എൻ്റെ കൂടെ 2 സോഫ്റ്റ് ഡ്രിങ്ക്സും ആ ഡ്രിങ്ക്സും പിടിച്ചിട്ട് അവൾ പോവാത്തൊരു സ്ഥലങ്ങളില്ലായിരുന്നു. ആ ഒരു കുപ്പി കിട്ടിയതും അവൾ അങ്ങ് ഹാപ്പിയായി. പിന്നെ വെള്ളം കുടി എന്നുള്ള അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പോരാത്തതിന് അവിടെ എല്ലാവരും ഉള്ള സമയമായിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു. അവളുടെ അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു. കാരണം ആ ഒരു കോസ്റ്റ്യൂമിൽ അവൾ അങ്ങനെയും നടന്ന് ഓടി കളിക്കുകയായിരുന്നു.
പിന്നെ അവളത് എന്തൊക്കെയോ അവളുടെ എക്സ്പ്രഷൻസ് ഒക്കെ വാരിക്കോരി എറിയുന്നുണ്ടായിരുന്നു. ഭയങ്കര നോട്ടിയായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഈ വെള്ളം കൂടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ അടുത്തത് ഞങ്ങളെ മണവാട്ടിയുടെ ഓട്ടമായിരുന്നു. അത് കിടലനായിട്ടുള്ള ഓട്ടമായിരുന്നു. വേറെ എവിടെ കിട്ടുമല്ലേ ഇങ്ങനത്തെ ഒരു മണവാട്ടി ഓട്ടം. അത് കഴിഞ്ഞതേ മാഹിയുടെ ഫേസൊക്കെ നോക്ക്, അവൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. എനിക്ക് പിന്നെ ഇതൊക്കെ ശീലമായല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടോ, ഇങ്ങനെ സ്കൂളിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പം എല്ലാവരും കൂടി ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞാൻ മൽക്കൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുകയായിരുന്നു. കാരണം കാർട്ടൂണൊന്നും ഇല്ലാതെയാണ് അവളിപ്പോൾ കഴിക്കുന്നത്. ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അവളെടുത്ത്. അങ്ങനെ പറഞ്ഞ് മെല്ലെ മെല്ലെ ഒരു വിധത്തിലൊക്കെ ഫുഡൊക്കെ അങ്ങ് വാരി കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു മൽക്കയുടെ പെർഫോമൻസ്? അല്ലല്ല, അങ്ങനെയല്ല പറയേണ്ടത്. അവൾ ഇതിനേക്കാളും നന്നായി കളിക്കുമായിരുന്നു. പക്ഷെ സ്റ്റേജ് കയറിയപ്പോൾ കളികളൊക്കെ അവൾ ആളുകളെ കണ്ടിട്ട് എന്നോട് പറഞ്ഞാൽ അത്രയും ആളുകളുണ്ട്, എനിക്ക് പറ്റില്ല. ഫസ്റ്റ് ഡാൻസ് അവൾ വലിയ കാര്യത്തിൽ കയറി, അതിൽ വെറുതെ അങ്ങ് ചാടി കളിച്ചു എന്നല്ലാണ്ട് അവള് പഠിച്ച സ്റ്റെപ്സ് ഒന്നും. ഇനി ഒരു ആനുവൽ ഡേക്ക്, അതും കിഡ്സിന്റെ ആനുവൽ ഡേക്ക് ഞാനില്ല. മാഹിക്ക് ഇപ്പോൾ അതാണ്. പക്ഷെ മൽക്കയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആളുകൾ പാടില്ല, ആളുകളുണ്ട് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോഗ്രാം ആകുമ്പോൾ അവൾ ഭയങ്കര രീതിയിൽ കരയാൻ തുടങ്ങി. അപ്പം അവൾ പറഞ്ഞ് ഞാൻ കളിക്കൂല. ഒപ്പനക്കുള്ള മണവാട്ടിൻ്റെ കാര്യമൊന്നും പറയണ്ട, കരഞ്ഞിട്ട് അവസാനം മിസ്സ് മിഠായി കൊടുത്തിട്ട് ചിരിച്ചിരിക്കേണ്ട മണവാട്ടി മിഠായിയൊക്കെ ചവച്ചിട്ടാണ് ഇരുന്നത്. അത് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു അല്ല മാഹി എല്ലാവരും. എന്നിട്ട് പിന്നെ അവൾ ഓഫ് സ്റ്റേജിൽ നിന്നോ മണവാട്ടി ഡ്രസ്സ് ഇട്ട് ഓടി പോവാത്ത സ്ഥലങ്ങളില്ല, ഭയങ്കര ആക്റ്റീവിൽ. പിന്നെ ഓർണമെൻറ്റ്സും ഇതൊക്കെ പറയണമല്ലോ, കുട്ടികളെ കാര്യമല്ലേ, അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്തായാലും ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും വെരി ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു ആനുവൽ ഡേക്ക്. മാഹിക്ക് പിന്നെ എൻ്റെ ഒരു കുരിപ്പുള്ളതുകൊണ്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം തന്നെ കിട്ടും. അങ്ങനെ എന്താ മലക്ക ചെയ്യുന്നത് നോട്ടി? അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നെയും എല്ലാവരും നെക്സ്റ്റ് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പം നമ്മുടെ മൽക്കയ്ക്ക് ഇനി ഉണ്ടായിരുന്നത് ഫാഷൻ ഷോ ആയിരുന്നു. അതിൽ ഞാൻ അവൾക്കൊരു വെസ്റ്റേൺ ലുക്കാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവൾ സ്റ്റൈൽ ചെയ്ത് വന്ന് കഴിയുമ്പോഴേക്കും അവൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ട് ഡാഡി എടുത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവളൊരു ഭാഗത്ത് അടങ്ങി നിൽക്കാതെ അവളുടേതായ കളികളെ കണ്ട് കളിക്കുന്നു. പിന്നെ ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാൻ നോക്കിയെങ്കിലും നല്ല പിക്ചേഴ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതേ ഡെഡ് അസ് എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ രണ്ടുപേരും ടയേർഡായിട്ടുള്ള ഫേസാണ്. അതിനുശേഷം ഇതേ മൽക്കയും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസിലാണ് ഉള്ളത്. അപ്പോൾ അവൾ അവരുടെ അടുത്ത് എന്തൊക്കെയോ ഭയങ്കര പുലിവിൽ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവളുടെ എക്സ്പ്രഷൻസൊക്കെ അങ്ങോട്ട് നോക്കി എന്താ പറയുന്നതെന്ന് അവൾക്ക് മാത്രം അറിയാം. അങ്ങനെ അവരുടേതായ കുറച്ച് കളികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫാഷൻ ഷോക്കുള്ള ഒരുക്കത്തിലേക്കുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ ഫാഷൻ ഷോൻ്റെ ബാക്ക് സ്റ്റേജിൽ അവൾ ചെയ്യുന്നതാണ് ഈ പരിപാടികൾ. സ്റ്റേജിൽ കളിക്കുന്ന കുട്ടികൾ അടിയിലൂടെ പന്തിൽ പൊക്കിയിട്ട് പാളി വെക്കുക. ഇത് പിന്നെ ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതിനൊന്നും ഒരു കുഴപ്പം അവൾക്കില്ല. പക്ഷെ സ്റ്റേജിൽ എല്ലാ കുട്ടികളും റാമ്പ് വാക്കായിട്ട് നടന്ന് വരുന്നുണ്ട്. അവളെ മിസ് ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ അവൾ വരുന്നില്ലായിരുന്നു. ഫൈനലി കപ്പിൾ റാമ്പ് വാക്കും ഉണ്ടായിരുന്നു. അതിലൊരു വിധത്തിൽ അവൾ വന്നു. പക്ഷെ വലിയ എക്സ്പ്രഷനും ആറ്റിറ്റ്യൂഡും ഒന്നും ഇല്ലാത്തൊരു വരവാണ്. ആർക്കോ വേണ്ടി റാമ്പ് വാക്ക് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, ആ ഒരു മൈൻഡിലായിട്ടുണ്ടായിരുന്നു അവൾ. അതിനുശേഷം എല്ലാവരെയും സ്റ്റേജിൽ നിർത്തി. കാരണം എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്സ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർത്തി. ആ നൃത്തത്തിൽ പിന്നെ മോള് ഭയങ്കര പോസിട്ട് നിൽക്കാനും ഒക്കെ അങ്ങ് തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ് അവളുടെ മുഖത്ത് ഞാൻ കണ്ടു. പിന്നെ ടാറ്റ തരുന്നു, ഫ്ലൈങ് കിസ് കൊടുക്കുന്നു. ടോട്ടലി അവളത് നെയിൽ ചെയ്തു എന്ന് തന്നെ പറയാം. ആ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടുകൊടുത്തതിൽ വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത്, അവളുടെ ഈ എക്സ്പ്രഷൻസിലൂടെ. അതുവരെ സൈലൻ്റ് ആയിരുന്ന മൽക്ക പിന്നെ പെട്ടെന്ന് അങ്ങ് ഓണായി ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ മതി അവളെടുത്തിട്ട് വരുന്നുണ്ട്. അവൾ പിന്നെ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കാത്തതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ടിരേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഫൈനലി എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു. ടോട്ടലി മൽക്ക 4 പ്രോഗ്രാംസിനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഏത് പ്രോഗ്രാം കഴിഞ്ഞാലും അവൾക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മയും ഉമ്മായും ഒക്കെ കുറച്ചൊക്കെ ടയേർഡായി. കാരണം രാവിലെ മുതൽ ഈവനിങ് ആയല്ലോ ഇപ്പോൾ ഏകദേശം ടൈം. അപ്പം എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ടീച്ചേഴ്സിനേക്കാളും
അതിലുപരി അവിടെ ഡാൻസ് കളിച്ചത് എൻ്റെ മൽക്കയും അവളുടെ ക്ലാസ്സിലെ കുട്ടികളും പിന്നെ വേറെ PP1 PP2 ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിരുന്നു. കുട്ടികൾ അങ്ങ് തകർത്ത് തിമിർത്തു മറിച്ച് എന്ന് പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. കാരണം അത്രയും അടിപൊളിയായിട്ട് മൽക്ക ഓഫ് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചു. ഞാൻ അവളെങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താ, ഫ്രണ്ടിൽ അവളുടെ ടീച്ചേഴ്സിനെയാണ് കാണുന്നത്, ബാക്കിലാണല്ലോ ആളുകളൊക്കെ ഉള്ളത്. അപ്പം അവളും അവളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങ് തകർത്തു തിമിർത്തു. ഫൈനലി നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഡാൻസോട് കൂടി ഇന്നത്തെ പരിപാടികളൊക്കെ എൻഡിങ് ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ ചെറിയൊരു മൊമെൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ നഴ്സറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൽക്കയൊക്കെ വിളിച്ചു. അവൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു മൊമെൻ്റൊക്കെ വാങ്ങുന്നത്. ഐ ഫീൽ വെരി പ്രൗഡ്. എന്തോ ആവട്ടെ, ചെറിയ കാര്യമാണെങ്കിൽ പോലും അവളത് സ്റ്റേജിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി അവളിത് അതൊക്കെ ഡാഡിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡാഡിക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഫേസിലുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ പിന്നെ വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇനി ഇല്ല. എല്ലാവരും ടയേർഡായതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ അവളത് താഴത്തും നിലത്തും വെച്ചില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലേ, ആ അവസ്ഥയിലായിരുന്നു. പിന്നെ കാറിൽ അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു, അവളെ തന്നെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.